ഇന്ത്യൻ വംശജനായ മുഹമ്മദ് ഇർഫാൻ അലിക്ക് രാഷ്ട്രപതി വരെ ആകുവാൻ സാധിച്ച ദക്ഷിണാമേരിക്കയിലെ ഒരു സമ്പന്ന രാജ്യമാണ് ഗയാന. ഇന്ത്യയുടെ 8 ഇരട്ടിയാണ് ആളോഹരി വരുമാനം. ഗയാനയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു ജനവിഭാഗമാണ് ഇന്ത്യക്കാർ. പണ്ട് ബ്രിട്ടീഷുകാർ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഇന്ത്യക്കാരുടെ മക്കളും പേരക്കുട്ടികളുമാണ് ഇപ്പോൾ ഗയാനയിലുള്ള ഇന്ത്യക്കാർ. ഗയാനയുടെ ജനസംഖ്യയുടെ 40% ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ ഭക്ഷണമായ റോട്ടി കറിയും ചെന്ന കറിയും ലഡു, ജിലേബി, ഗുലാബ് ജാമുൻ തുടങ്ങിയ വസ്തുക്കളും ഗയാനയിൽ പോപ്പുലറായത് ഇന്ത്യക്കാർ മുഖേനയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പല ഇന്ത്യൻ വംശജരായ ഗയാനക്കാരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യയിലെ മാറിയ സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അവരിൽ പലരും ഫിജി, മാൾട്ട, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വീണ്ടും മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാത്തവർ ചെന്നൈയിലും കൽക്കട്ടയിലും വാരണാസിയിലും ലക്നൌവിലും സെറ്റിൽ ചെയ്തു. ഗയാനയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുവാൻ ഇന്ത്യക്കാർക്ക് പലതവണ സാധിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രപതിയായിരുന്ന ചെഡ്ഡി ജഗാൻ അറിയപ്പെടുന്ന ദന്തരോഗ വിദഗ്ധനും ഇന്ത്യൻ വംശജനുമായിരുന്നു. മുൻ രാഷ്ട്രപതിയായിരുന്ന ഭരാട്ട് ജാഗ്ദിയോ ഇന്ത്യക്കാരനായിരുന്നു. മുൻ രാഷ്ട്രപതിയായിരുന്ന ഡൊണാൾഡ് രമോട്ടറും ഇന്ത്യക്കാരനായിരുന്നു. ഗയാനയിലെ ജനങ്ങളിൽ 58% ക്രിസ്ത്യാനികളും 25% ഹിന്ദുക്കളും 7% മുസ്ലിങ്ങളുമാണ്. ഏകദേശം 50,000-ഓളം വരും മുസ്ലിങ്ങളുടെ എണ്ണം. മുസ്ലിം ജനസംഖ്യ കാലക്രമേണ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ധാരാളം മുസ്ലിങ്ങൾ അമേരിക്കയിലും കാനഡയിലുമൊക്കെ പോയി ജീവിക്കുന്നു. ഗയാനയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഹിന്ദുക്കൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനും മുസ്ലിങ്ങൾക്ക് ഹിന്ദുമതം സ്വീകരിക്കുന്നതിനും പ്രോത്സാഹനം കുറവാണ്. സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം തകർക്കുവാൻ മതം മാറ്റം കാരണമാക്കുമെന്ന് ഗയാനയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. എന്നാൽ പരസ്പരം കല്യാണം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗയാനയിലെ ഇപ്പോഴത്തെ രാഷ്ട്രപതിക്ക് പുറമെ മുമ്പൊരിക്കൽ ഹാമിൽട്ടൺ ഗ്രീൻ എന്ന മുസ്ലിം പ്രധാനമന്ത്രിയും ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാജ്യമാണ് ഗയാന. ഗയാനയുടെ തലസ്ഥാനം ജോർജ് ടൗൺ പട്ടണമാണ്. ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഏക സൗത്ത് അമേരിക്കൻ രാജ്യം ഗയാനയാണ്. 8 വർഷം മുമ്പ് പെട്രോളിയം കണ്ടെത്തിയതിനു ശേഷം ഗയാനയിൽ അഭൂതപൂർവമായ സാമ്പത്തിക വളർച്ചയാണ് ഉണ്ടായത്. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക മേഖലകളിൽ ഒന്നാണ് ഗയാനയുടേത്. ഗയാനക്ക് 11 ബില്യൺ ബാരൽ പെട്രോളിയം നിക്ഷേപമുണ്ട്. ആളോഹരി പെട്രോളിയം നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള രാജ്യമായി ഗയാന അറിയപ്പെടുന്നു. അമേരിക്കയും കാനഡയും ബഹാമാസും കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള രാജ്യമായി ഇപ്പോൾ ഗയാന മാറിയിരിക്കുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഗയാനക്ക് 60 വർഷം മുമ്പാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഗയാനയുടെ തലസ്ഥാനമായ ജോർജ് ടൗൺ അമേരിക്കൻ മതവിഭാഗമായ പീപ്പിൾസ് ടെമ്പിൾ സ്ഥാപകൻ ജെയിംസ് വാറൻ ജോൺസ് നടത്തിയ ക്രൂരമായ ഒരു ആത്മഹത്യാ ട്രാജഡി മൂലം ലോകം മുഴുവൻ അറിയപ്പെടുകയുണ്ടായി. 45 വർഷം മുമ്പ് അമേരിക്കക്കാരായ ഈ മതവിശ്വാസികൾ ജോർജ് ടൗണിൽ വരികയും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് ഈ മത മേലധ്യക്ഷൻ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. 1000-ഓളം ശിഷ്യന്മാരെയാണ് അദ്ദേഹം ഈ ആത്മഹത്യാ ശ്രമത്തിലൂടെ കൊല്ലപ്പെടുത്തിയത്. അതിൽ 276 ആളുകൾ കുട്ടികളായിരുന്നു. ഇപ്പോൾ ഗയാനക്കാർ ഈ ദുസ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ഗയാന. 900-ഓളം സ്പീഷീസ് പക്ഷികളും 225 സ്പീഷീസ് മാമൽസും ഈ രാജ്യത്തിലുണ്ട്. ഇനിയും നശിപ്പിക്കപ്പെടാത്ത മികച്ച എവർഗ്രീൻ ഫോറസ്റ്റാണ് ഗയാനയിലുള്ളത്. വനപ്രദേശങ്ങളിൽ ജനസംഖ്യ കുറവായതുകൊണ്ട് വനം സംരക്ഷിക്കുവാൻ ഗയാനയിലെ ഗവൺമെന്റിന് എളുപ്പമുണ്ട്. വനപ്രദേശത്ത് നിന്ന് വളരെ അകലെയാണ് ഗയാനയിലെ കൃഷിയിടങ്ങൾ. നെല്ലും പഞ്ചസാരയും കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ബോക്സൈറ്റ് ഖനനവും സ്വർണ്ണ ഖനനവും ടിംബർ ബിസിനസ്സും സീ ഫുഡ് ഹാർവെസ്റ്റിംഗും ഗയാനയിലുണ്ട്. ആഫ്രിക്കൻ വംശജരും യൂറോപ്യൻ വംശജരും ചൈനീസ് വംശജരും ഇന്ത്യൻ വംശജരും വലിയ സ്നേഹത്തിൽ ഒന്നിച്ചു ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഗയാന. എല്ലാവരും സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയുമാണ്. ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾ ഒരു പ്രത്യേകതരം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അതിനെ ഗയാനീസ് ഇംഗ്ലീഷ് ക്രിയോൾ എന്ന് വിളിക്കുന്നു. ഗയാനയിലെ ഏറ്റവും വലിയ പട്ടണവും തലസ്ഥാന നഗരിയും ജോർജ് ടൗൺ പട്ടണം തന്നെയാണ്. ഏകദേശം 1 ലക്ഷത്തിലധികം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മനോഹരമായ കെട്ടിടങ്ങളും പള്ളികളും കത്തീഡ്രലുകളും ജോർജ് ടൗൺ പട്ടണത്തിൻ്റെ പ്രത്യേകതയാണ്.